ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ ചന്ദ്ര കയ്യോടെ പിടികൂടുന്നുണ്ട്. മാത്രമല്ല നല്ല പൊട്ടിക്കലും കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് ചന്ദ്ര. ആ ഒരു സംഭവ ബഹുലമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നീലിമ കൊടുത്ത 50 ലക്ഷം രൂപയും 5 ലക്ഷം പലിശയും വെച്ചിട്ടാണല്ലോ ശ്രുതി ഒരു ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം സച്ചിയുടെ കാറായിരിക്കും നീലിമ ഏർപ്പാടാക്കുന്നത്. ഇത്തവണയും സച്ചിയെ തന്നെ വിളിക്കുന്നുണ്ട് അതിനുവേണ്ടി. അങ്ങനെ സച്ചിയാണെങ്കിലോ എയർപോർട്ടിൽ നിന്നും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ വരും. അങ്ങനെ പലതവണ കണ്ടുമുട്ടുമ്പോൾ സച്ചിയും നീലിമയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ നീലിമ വരുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല മാഡം, എന്താ ഇത്തവണ വന്നതിൻ്റെ ലക്ഷ്യം? അപ്പം നീലിമ പറയാണ്, അത് പിന്നെ എനിക്ക് അന്ന് വന്ന സമയത്ത് രജിസ്ട്രേഷൻ ഒന്നും നടത്താൻ പറ്റിയില്ല. ഞാൻ കൊണ്ടുവന്ന പൈസയെല്ലാം 2 ഫ്രോഡുകൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. അത് കേൾക്കുന്ന സച്ചി, അയ്യോ എത്ര രൂപയാ മാഡം എന്ന് ചോദിക്കുന്നതും 50 ലക്ഷം എന്ന് പറയുന്നുണ്ട്. 50 ലക്ഷം രൂപയോ? എന്തായാലും അവർ നിസാരക്കാരല്ല, മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവരത് വാങ്ങിച്ചല്ലോ, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. പിന്നീട് അവർ രജിസ്ട്രേഷൻ ഓഫീസിലേക്കായിരിക്കും പോകുന്നത്. നീലിമയെ കൊണ്ടുപോകുന്നത് സച്ചി തന്നെയാണ്. രജിസ്ട്രേഷൻ ഓഫീസിലാണെങ്കിലോ നമ്മുടെ ശ്രുതിയും ഉണ്ടാവും. അവരാണെങ്കിൽ 3 കോടിയുടെ ഒരു വീടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും അവരങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. എന്നാൽ ഈ നീലിമയാണെങ്കിൽ ശ്രുതിയെയും അവിടെ വെച്ച് കാണുന്നുണ്ട്. അവരെ കാണുന്നതും നല്ല ദേഷ്യം വരുന്നുണ്ട് നീലിമയ്ക്ക്. അതുകൊണ്ട് തന്നെ മൂഡ് ഓഫ് ആയിക്കൊണ്ട് വീണ്ടും കാറിനടുത്തേക്ക് ചെല്ലുകയാണ്. സച്ചി അത് കാണുന്നതും ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തു പറ്റി മാഡം, എന്താ മുഖം വല്ലാതിരിക്കുന്നത്? നീലിമ മറുപടി കൊടുക്കും, അത് പിന്നെ എനിക്ക് കാണാൻ ആഗ്രഹിക്കാത്ത 2 പേരെയാണ് ഞാനിപ്പോൾ അവിടെ കണ്ടത്. അതുകൊണ്ടേ ഇനി ഒരു കാര്യവും ശരിയാവില്ല, നമുക്ക് വേറൊരു ദിവസം വരാം. നമുക്കിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാമെന്നും തീരുമാനിച്ച് സച്ചിയോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് നീലിമ. സച്ചി അപ്പോൾ ചോദിക്കും, അല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ പുറത്തുനിന്ന്? ഇനി വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മൂഡില്ല, അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ നീലിമ പറഞ്ഞത് കേട്ട് സച്ചി വണ്ടി എടുക്കുന്നുണ്ട്. നീലിമയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ബാഗ് കൂടെ ഒന്ന് ഉള്ളിലോട്ട് വെച്ച് തരണമെന്ന് സച്ചിയോടായിട്ട് പറയുന്നുണ്ട് നീലിമ. അങ്ങനെ സച്ചി നീലിമയുടെ ബാഗുമായിട്ട് വീട്ടിനുള്ളിലോട്ട് വരുന്ന സമയത്ത് സച്ചിക്കായിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നീലിമ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കൂളിംഗ് ഗ്ലാസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതേ ഞാൻ നിനക്കായിട്ട് വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ മാഡം എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട. എന്നാൽ നീലിമ സച്ചിക്ക് അത് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇത് ഞാൻ തനിക്കായിട്ട് മാത്രം വാങ്ങിച്ചതാ, വാങ്ങിക്കാൻ തന്നെ പറയുന്നുണ്ട് സച്ചിയോട്. തനിക്ക് മാത്രമല്ല തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ സച്ചി പറയും, അയ്യോ മാഡം അവൾ ഈ ഗ്ലാസ് ഒന്നും വെക്കില്ല, അവൾക്കിതൊന്നും ശീലമില്ല. അപ്പം നീലിമ പറയും, അതൊക്കെ അവൾ വെച്ചോളും, പുറത്തൊക്കെ പോകുന്നതല്ലേ വണ്ടിയിൽ പൂ കൊടുക്കാനൊക്കെ ആയിട്ട്, അതുകൊണ്ടേ അവർക്കിത് നല്ല ഉപകാരമായിരിക്കും, ഇത് കൊടുക്കണട്ടോ എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഗിഫ്റ്റ്. സച്ചിക്ക് സന്തോഷമാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതെന്നും ഇതിപ്പോൾ എനിക്ക് തന്നതിലുപരി എൻ്റെ ഭാര്യയ്ക്ക് തന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ആ സമയം. പിന്നെ മാഡം ഞാനിത് കൊണ്ടുവന്നാലേ അവൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് മാഡം തന്നതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മാഡത്തിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നീലിമയ്ക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് സച്ചി. ശേഷം ഞാൻ ഇറങ്ങട്ടെ എന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുന്നുണ്ട്. നീലിമയ്ക്കാണെങ്കിൽ സച്ചിയെ വലിയ കാര്യമായിരിക്കും. സച്ചിക്കും തിരിച്ച് അങ്ങനെ തന്നെയാ. നീലിമയാണ് തൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോയതെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ലല്ലോ. അങ്ങനെ സച്ചി നേരെ രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി നീ എവിടെയാ എന്ന് ചോദിക്കുന്നതും, ഞാൻ പൂക്കടയിലുണ്ടല്ലോ സച്ചിയേട്ടാ. ആണോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, നീ അവിടെ തന്നെ നിൽക്ക്. അങ്ങനെ പറഞ്ഞ് സച്ചി രേവതിയുടെ അമ്മയുടെ ആ പൂക്കടയിലേക്ക് ചെല്ലുകയാണ്. സച്ചി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അത് കാണുന്ന രേവതിയും ദേവും ഒക്കെ കൂടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ സച്ചിയേട്ടൻ അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇതെന്താ സച്ചിയേട്ടാ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, ഇത് ആര് തന്നതാ? സച്ചി വലിയ ഗമയിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? പിന്നെ ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാ. ആരാണെന്നറിയോ? ഞാൻ പറഞ്ഞിട്ടില്ലേ കാനഡയിൽ നിന്ന് വന്ന മാഡം, ആ മാഡം എനിക്ക് ഗിഫ്റ്റ് തന്നതാണിത്. എനിക്ക് മാത്രമല്ല കേട്ടോ, നിനക്കും ഉണ്ട് എന്നിങ്ങനെ രേവതിയോട് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എനിക്കെന്തിനാ സച്ചിയേട്ടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ? ഞാനിതൊന്നും വയ്ക്കാറില്ലെന്ന് സച്ചിയേട്ടൻ അറിഞ്ഞൂടെ? അതൊക്കെ ശരിയാ, പക്ഷെ നിനക്ക് കൂടെ തന്നതാണെന്ന് പറഞ്ഞ് രേവതിക്ക് ആ ഗ്ലാസ് കൊടുത്തിട്ട് രേവതിയോട് അത് വയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് സച്ചി. അങ്ങനെ രേവതിയും ആ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നുണ്ട്. വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് സച്ചി തൻ്റെ സെൽഫി ക്യാമറയിൽ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
ദേവും അത് കണ്ടിട്ട് പറയുന്നുണ്ട്, കൊള്ളാലോ സച്ചിയേട്ടാ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ചേച്ചിയേക്കാളും ഭംഗി ചേട്ടനാണ് കേട്ടോ ഇത് വയ്ക്കുമ്പോൾ. എന്തു ഭംഗിയാണെന്നറിയോ, ഇപ്പതേ കണ്ടാലേ സിനിമ നടനെ പോലെ ഉണ്ട്. സച്ചിയെ മാത്രം ദേവു പൊക്കി പറയുന്ന കാണുമ്പോൾ രേവതി ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, ദേ അമ്പലത്തിന് മുമ്പിൽ വെച്ച് നീ കള്ളൊന്നും പറയല്ലേ. അത് കേട്ട് സച്ചി ചോദിക്കും, എന്താ രേവതി, എന്നെ കാണാൻ അപ്പം ഭംഗിയില്ലെന്നാണോ നീ പറയുന്നത്? ഏയ് അല്ല സച്ചിയേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ തമാശയ്ക്ക്. ഇത് വെച്ചപ്പോഴേ സച്ചിയേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് രേവതിയും പിന്നീട് പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെയും രേവതിയുടെ അമ്മയെയും ദേവുവിനെ ഒക്കെ ചേർത്ത് പിടിച്ച് നല്ലൊരു അടിപൊളി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവു സച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചിട്ട് ഫോട്ടോസ് എല്ലാം മാറി മാറി നോക്കുന്നതിനിടയിലാണ് സച്ചിയും നീലിമയും ചേർന്ന് എടുത്ത ആ ഫോട്ടോ അത് ദേവു കാണുന്നത്. ദേവു ആണെങ്കിൽ അത് കണ്ടിട്ട് സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. നീലിമയെ കാണുന്നതും എവിടെയോ കണ്ട പോലെ ഒരു മുൻപരിചയം തോന്നുകയാണ് ദേവുവിന്. അങ്ങനെ രേവതിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോ. രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നീലിമയാണെന്നുള്ള കാര്യം. അയ്യോ ഇത് നീലിമയല്ലേ എന്ന് സ്വയം പറഞ്ഞു പോവുകയാണ്. അത് കേൾക്കുന്ന സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ആരാ ഈ നീലിമ? സച്ചിയേട്ടാ, നമ്മുടെ സുധിയുടെ കാമുകി നീലിമ. സച്ചിയാണെങ്കിലും ഞെട്ടുന്നുണ്ട്, ആ നീലിമയോ എന്ന് ചോദിക്കുമ്പോൾ അതെ സച്ചിയേട്ടാ, ഇത് ആ നീലിമ തന്നെയാ, എനിക്ക് ഉറപ്പാ. അന്ന് ഫംഗ്ഷന് ഇവളും വന്നിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് ദേവു. അങ്ങനെ രേവതിയും ദേവുവും കൂടെ ഇത് നീലിമയാണെന്ന് തറപ്പിച്ച് പറയുമ്പോൾ അപ്പോഴാണ് സച്ചിയാണെങ്കിലും സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ ഞാൻ ഇവളുടെ കൂടെ യാത്ര ചെയ്തത് എന്ന് ഓർക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം കൊണ്ടുപോയത് ഇവൾ ഒറ്റ ഒരുത്തിയല്ലേ, ഞാനെന്തായാലും അവളെ പോയൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നീലിമയുടെ അടുത്തേക്ക് പോകാൻ ഭാവിക്കുമ്പോൾ രേവതി ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. അങ്ങനെ സച്ചി നീലിമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സച്ചിയെ കാണുന്നതും നീലിമ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി, ഞാൻ നിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ, പിന്നെ നീ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് സച്ചി. അപ്പൊ നീലിമ ചോദിക്കും, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ എന്നെ മാഡം എന്നൊക്കെയല്ലേ എപ്പോഴും വിളിക്കാറ്, ഇപ്പൊ എന്നെ നീ എന്നൊക്കെ വിളിക്കുന്നോ? എനിക്ക് നിന്നെ ഇപ്പൊ അങ്ങനെ വിളിക്കാനാ തോന്നുന്നത് എന്നെ എടുത്തടിച്ച് മറുപടി കൊടുക്കുകയാണ് സച്ചി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നും പറയുമ്പോൾ നീലിമ കൂട്ടാക്കുന്നില്ല. വേണ്ട, നീ പോയേ, എനിക്ക് നിന്റെ സംസാരം അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, നീ പിന്നെ വന്നാ മതി, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് നീലിമയും. പക്ഷെ സച്ചി പറയും, ഞാൻ പോവില്ല, എനിക്ക് ഒരു കാര്യം അറിയണം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സുധിയെ അറിയോന്നോ? നീ ഇപ്പം എന്തിനാ അവനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നേ? അത് കേൾക്കുന്നതും സച്ചി പറയുന്നുണ്ട്, ഞാനേ സുധിയുടെ അനിയനാണ്, എൻ്റെ ഏട്ടനാണ് സുധി എന്ന്. അത് കേട്ട് ശരിക്കും ഞെട്ടിത്തരിക്കുന്നുണ്ട് നമ്മുടെ നീലിമ. ശേഷം വിശ്വസിക്കാനാവാത്ത രീതിയിൽ ചോദിക്കുകയാണ്, സുധിയുടെ അനിയനാണോ നീ? അതെ, ഞാൻ തന്നെ. ഞങ്ങളെ ഒരേ ചോരയാ. പിന്നെ നീ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് കാനഡയിലോട്ട് പറന്നോളല്ലേ. നീയാണ് അതൊന്ന് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ അപ്പം തന്നെ പൊട്ടിച്ചേനെ ഞാൻ. നീ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ ഇപ്പം തന്നെ തിരികെ തരണം എനിക്ക്. അങ്ങനെയും പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ അവിടെ നിൽക്കുമ്പോൾ നീലിമ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ സച്ചി ചോദിക്കും, നീ എന്താടി ചിരിക്കുന്നേ? പിന്നെ ചിരിക്കാതെ എങ്ങനെ ഇരിക്കും സച്ചി? നിന്റെ ഈ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് ചിരിയാ വരുന്നത്. നീ ചോദിച്ച ആ പൈസ ഇല്ലേ, അതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ അവർക്ക് കൊടുത്തതാ. 50 ലക്ഷം രൂപയും പലിശ 5 ലക്ഷവുമാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇത് കേൾക്കുന്നത് സച്ചി ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അവർക്ക് ആ പണം കൊടുത്തെന്നോ? ദേ വെറുതെ കള്ളം പറയല്ലേ. അപ്പൊ നീലിമ പറയും, ഞാൻ എന്തിനാടാ കള്ളം പറയുന്നേ? അന്ന് നീ തന്നെയല്ലേ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാക്ഷിയായിട്ട് ഒപ്പിട്ട് തന്നത്. അപ്പോഴാണ് സച്ചിയും ചിന്തിക്കുന്നത് അത് അതിനായിരുന്നു എന്ന്. അതെ, അത് തന്നെ. അക്കാര്യം ഞാൻ നിന്നോട് പറയുകയും ചെയ്തതല്ലേ. പിന്നെ നിന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2 ഫ്രോഡുകൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവരെ തന്നെയാണ്. ഇപ്പതേ മുഴുവൻ പൈസയും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊന്നും പറയാതെ അവൻ നിന്നെയും പറ്റിച്ചു. ഈ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് സച്ചി. അപ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും ആരാണ് യഥാർത്ഥ പറ്റിപ്പെന്ന്. പിന്നെ അവനെ ഞാനിങ്ങനെ പറ്റിക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയോ? നിങ്ങളെയൊക്കെ അവൻ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഏത് നിമിഷവും അവൻ എന്നെയും പറ്റിക്കുമെന്ന്. എന്നെ പറ്റിച്ച സുധി ആരുടെയെങ്കിലും കൂടെ പോകുമെന്ന്. എങ്കിൽ പിന്നെ ഞാനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ആ പൈസയുമായിട്ട് ഞാൻ മാത്രം അങ്ങോട്ട് കാനഡയിലോട്ട് പോയത്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ ചോരയാണ് അവനെന്ന്. ആ ചോര തന്നെയാടാ നിന്നെ ഇപ്പൊ പറ്റിച്ചത്. നിന്നെ മാത്രമല്ല നിന്റെ വീട്ടിലുള്ള എല്ലാവരെയും അവൻ പറ്റിച്ചില്ലേ. അങ്ങനെ സച്ചിക്ക് ബോധ്യമാവുകയാണ് സുധിയാണ് ഏറ്റവും വലിയ കള്ളൻ എന്നുള്ള കാര്യം. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നും പറയുന്നു. ശേഷം നീലിമയെ വിളിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ ഇത് തുറന്നു പറയണം. പക്ഷെ നീലിമ ചോദിക്കും, ഞാൻ എന്തിനാ ഇത് പറയാൻ വേണ്ടി വരുന്നത്? നീ തന്നെ പോയി പറഞ്ഞാൽ പോരെ.
അത് പറ്റില്ല, ഞാൻ പറഞ്ഞാലേ അവരാരും വിശ്വസിക്കില്ല, അതുകൊണ്ട് നീയും കൂടെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് സച്ചി നീലിമയെ വിളിക്കുകയാണ്. അങ്ങനെ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് നീലിമ. മാത്രമല്ല ഞങ്ങൾ തമ്മിലൊരു കണക്കുണ്ട്, എന്തായാലും അത് ഞാൻ അവനെ കണ്ടിട്ട് പറയാമെന്നും പറഞ്ഞ് നീലിമ സച്ചിക്കൊപ്പം സച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം ഇവിടെ സച്ചിയുടെ വീട്ടിലാണെങ്കിൽ ചന്ദ്രമതി രേവതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എടി എനിക്ക് ഇത്രയും നേരമായിട്ട് നീ ചായ ഉണ്ടാക്കി തന്നില്ലല്ലോ, നീയേ എന്റെ മറ്റു മരുമക്കളെ കണ്ട് പഠിക്കേ, നിനക്ക് എന്നോട് ഒരു ബഹുമാനമില്ല. പക്ഷെ എന്റെ ശ്രുതിമോള് കണ്ടോ, അവൾ എത്ര നല്ല കുട്ടിയാ, വലിയ വീട്ടിലുള്ളതാണെങ്കിലും അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല ശ്രുതിക്ക്. സ്വന്തമായിട്ട് ഇപ്പതേ ബിസിനസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അവള്. അവളുടെ അച്ഛനാണെങ്കിലോ 50 ലക്ഷം രൂപയൊക്കെ അയച്ചു തന്നു. നിന്നെ കൊണ്ട് എന്തിനാടി പറ്റുന്നേ എന്നൊക്കെ പറഞ്ഞു ഒരു കാരണമില്ലാതെ രേവതി എങ്ങനെ പുച്ഛിക്കുകയാണ് ചന്ദ്രമതി. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. ആദ്യം തന്നെ രേവതിയോടായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചറിയുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് രേവതി. രേവതിയോട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് സച്ചി. അങ്ങനെ അച്ഛനും ശ്രീകാന്തും വർഷയും അതുപോലെ ശ്രുതിയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതിയെ ആണെങ്കിൽ നമ്മുടെ സച്ചി അന്ന് ചന്ദ്രമതിയെ കൂട്ടിലാക്കിയ പോലെ ആ ഒരു ചെയറൊക്കെ വെച്ച് കൂട്ടിലാക്കിയിട്ടായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കാണിക്കുന്നത്, എനിക്ക് കടയിലോട്ട് പോകാനുള്ള സമയമായി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നതും സച്ചി ശ്രുതിയെ വിടുന്നില്ല. തടഞ്ഞു നിർത്തിക്കൊണ്ട്, നീ ഇവിടെ നിൽക്ക്, എന്തായാലും നിന്നെ ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട്, ഇതിപ്പോഴേ ഒരു കോടതിയാ, ഇവിടുത്തെ ജഡ്ജി എന്റെ അമ്മയാ എന്നൊക്കെ സച്ചി പറയാണ്. ശ്രുതി വീണ്ടും ചന്ദ്രമതിയോടായിട്ട്, അമ്മേ ഇവൻ എന്താ ഈ കാണിക്കുന്നത്, എനിക്ക് പോവാനുള്ള സമയമായി, എനിക്ക് കട തുറക്കാനുള്ളതാ എന്നൊക്കെ പറയുന്ന കേട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, എടാ നിനക്കെന്താ വല്ല ഭ്രാന്ത് പിടിച്ചോ? അപ്പൊ സച്ചി പറയും, അതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു, നിങ്ങളോട് എല്ലാവരോടുമായിട്ടേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ അച്ഛന്റെ 50 ലക്ഷം രൂപ അതുമായിട്ട് ഇവൻ പോയതാണല്ലോ, എന്നിട്ട് ഇവനെ പറ്റിച്ച് വേറൊരുത്തിയും പോയി, അവൾ ആ പൈസ ഇവന് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഴുവൻ പച്ച കള്ളമാണ്. അവളെ എന്നേ ഇവന് പൈസ കൊടുത്തതാ. 5 മാസം മുമ്പേ തന്നെ ഇവന് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർത്തു. ചന്ദ്രയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചിയോട് ചൂടാവുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയുന്നത്, വെറുതെ തോന്നിയാസം പറയരുത്. പക്ഷെ സച്ചി പറയും, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അമ്മേ. ശ്രുതിയാണെങ്കിൽ ഇടയിൽ കയറി, അമ്മേ ഇവൻ കള്ളും കുടിച്ച് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നതാണ് കേട്ടോ, ഇതൊന്നും വിശ്വസിക്കല്ലേ എന്നിങ്ങനെ പറയുന്നതും, ഞാൻ കള്ളു കുടിച്ചിരുന്നെങ്കിലേ നിന്നോട് ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ ചോദിക്കുന്നുണ്ടാവുക, ഇതിപ്പം ഞാൻ മാന്യമായിട്ടാ ചോദിക്കുന്നത്, സത്യം പറഞ്ഞു നിനക്ക് ആ പൈസ തിരികെ കിട്ടിയില്ലേടാ. ശ്രുതി അപ്പോഴും തികഞ്ഞു നിൽക്കാണ്, അമ്മേ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, എനിക്ക് ഒരു പൈസയും തിരികെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയുമ്പോൾ ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് തന്നെയല്ലേ നിൽക്കുകയുള്ളൂ. എന്തായാലും ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, പക്ഷെ ഇവന്റെ കയ്യിൽ തെളിവൊന്നും എന്തായാലും കാണില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പണം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. തെളിയിക്കാൻ തെളിവൊന്നും ഇവന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇവൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അങ്ങനെയും ചിന്തിച്ച് ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ ഇത്രയൊക്കെ പറഞ്ഞു, നിന്റെ കയ്യിൽ ഇത് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പൊ സച്ചി പറയും, അത് നല്ല ചോദ്യമാണ് നീ ചോദിക്കുന്നത്, നീ ഇത് ചോദിക്കുമെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു, അതുകൊണ്ട് തെളിവായിട്ട് ഞാൻ ജീവനുള്ള ഒരാളെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, ഇവനെ പറ്റിച്ചു പോയ ആ പെൺകുട്ടിയില്ലേ നീലിമ, അവള് വന്നിട്ടുണ്ട്. നീലിമയെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് സച്ചി. ഈ സമയത്ത് എല്ലാവരും ഡോറിലോട്ട് നോക്കുന്നുണ്ട്. നീലിമ അങ്ങനെ വരുമ്പോ ഞെട്ടി വിറങ്ങലിച്ച് പോകുന്നുണ്ട് ശ്രുതിയും ഒക്കെ. അങ്ങനെ നീലിമ വന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം അറിയുന്ന ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തിൽ വന്ന് ശ്രുതിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. ശ്രുതിക്ക് മാത്രമല്ല ശ്രുതിയോടും അവരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി.